ഈ പ്രോബ്ലം നോക്കാം. എ സ്റ്റീൽ പ്ലേറ്റ് ഓഫ് വിഡ്ത്ത് 120 mm ആൻഡ് തിക്നെസ് 20 mm. ഇപ്പോൾ വിഡ്ത്തും തിക്നെസ്സും ഇങ്ങനൊരു ഡയമെൻഷൻ തരുമ്പോൾ തന്നെ അതിൻ്റെ പിക്ചർ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഈസ് ബെൻഡ് ഇൻറ്റു ആൻ ആർക്ക് ഓഫ് റേഡിയസ് കർവേച്ചർ 10 meter. ആർക്ക് ഓഫ് റേഡിയസ് കർവേച്ചർ നമ്മൾ ഇക്വേഷനിൽ ക്യാപിറ്റൽ ആർ. കാൽക്കുലേറ്റ് ദ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആൻഡ് ദ കറസ്പോണ്ടിങ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഈ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യണം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്കെച്ച് ചെയ്ത് നോക്കാം. ബ്രെഡ്ത്ത് ഇസ് ഗിവൺ ആസ് 120 mm and thickness is given as 20 mm. So this is the cross section 120 and 20 mm. ഇനി എന്താ തന്നിരിക്കുന്നത്? ക്യാപിറ്റൽ ആർ ഇസ് ഗിവൺ 10 meter. യങ്സ് മോഡുലസ് ഇ ഇസ് ഗിവൺ 2 × 10⁵ Nm/mm². വി ആർ ടു കാൽക്കുലേറ്റ് ബെൻഡിങ് സ്ട്രെസ്. എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എം ആറും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ബെൻഡിങ് ഇക്വേഷൻ എഴുതി നോക്കാം. M/I = F/y = E/r. ഇതില് എഫും എമ്മും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എഫ് എമ്മും കണ്ടുപിടിക്കണമെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഇയും ആറും തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ടേക്ക് ദിസ് പാർട്ട് ഓഫ് ദ ഇക്വേഷൻ. സോ ഫസ്റ്റ് F/y = E/r എടുക്കാം. ദാറ്റ് ഇംപ്ലൈസ് F = E/r × y. നമുക്ക് എഫ് മാക്സിമം ആണ് വേണ്ടതെങ്കിലോ എഫ് മാക്സിമ is equal to E/r × y മാക്സിമ. y മാക്സിമം എത്രയാണ് ഇവിടെ? വാട്ട് ഈസ് y എന്ന് പറയുന്നത്? ക്രോസ് സെക്ഷനിലെ ന്യൂട്രൽ ആക്സിസിൽ നിന്നും എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ എത്ര വരും? y മാക്സിമ. That will be 10 mm. So F maxima will be 2 × 10⁵ divided by 10 meter ആണ്. 10 × 10⁵ into y maxima is 10 mm. So we will be getting F maxima is equal to 200 Nm/mm². So F maxima is obtained. Okay. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ എം കണ്ടുപിടിക്കും? എം കണ്ടുപിടിക്കാൻ നമ്മൾ അനദർ സെറ്റ് ഓഫ് ഇക്വേഷൻ എടുക്കാം. സോ M/I = വേണമെങ്കിൽ F/y ഉപയോഗിക്കാം, അല്ലെങ്കിൽ E/r ഉപയോഗിക്കാം. E/r. M is equal to E/r × I. വാട്ട് ഈസ് I ഹിയർ? ഒരു റെക്ടാംഗുലർ സെക്ഷൻ അല്ലേ? റെക്ടാംഗിളിന്റെ I എന്ന് പറയുന്നത് BDQ/12 ആണ്. ഇവിടെ B എത്രയാ? 120 ആണ്. D എന്ന് പറയുന്നത് 20 ആണ്. So BDQ/12 will be 120 × 20³/12. On solving this, M is equal to 1.6 kN/m. Okay, so that is obtained. അപ്പോൾ ഇവിടെ F maxima കിട്ടി, M കിട്ടി. So the problem is solved. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A steel wire of 5 mm diameter. സ്റ്റീൽ വയറിന്റെ ഡയമീറ്റർ 5 mm. പിക്ചർ മനസ്സിലുണ്ടാവണേ. ഈസ് ടു ബി വൗണ്ട് അറൌണ്ട് എ ഡ്രം ഓഫ് ഡയമീറ്റർ ക്യാപിറ്റൽ D. ക്യാപിറ്റൽ D ഡയമീറ്ററുള്ള ഒരു ഡയമീറ്ററിന്റെ ഒരു ഡ്രമ്മിൽ ചുറ്റണം. കാൽക്കുലേറ്റ് ഡയമീറ്റർ ഇഫ് ദ സ്ട്രെസ് ഇൻ ദ വയർ ഈസ് നോട്ട് എക്സീഡ് 100 MPa. സ്ട്രെസ് 100 MPa കൂടാൻ പാടില്ല. ടേക്ക് ഈസ് ഈക്വൽ ടു. ഇത് ഒരു ബെൻഡ് ചെയ്യുന്ന വയർ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ബെൻഡ് ചെയ്യുന്ന സമയത്തോട് സ്ട്രെസ് ഉണ്ടാവുമല്ലോ. ദാറ്റ് വിൽ ബി ബെൻഡിങ് സ്ട്രെസ്. അങ്ങനെയാണെങ്കിൽ ആ ചുറ്റ് ചെയ്യപ്പെടുന്ന ഡയമീറ്റർ എത്ര എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ വയറിന്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടും, അല്ലെങ്കിൽ വയറിന്റെ I വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഡയമീറ്റർ ഇസ് 5 mm തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് എഫ് മാക്സിമ. സിഗ്മ മാക്സിമ നോക്കണ്ട. എഫ് മാക്സിമ ഇസ് ഈക്വൽ ടു മാക്സിമം സ്ട്രെസ് ഷുഡ് നോട്ട് എക്സീഡ് എന്ന് പറഞ്ഞാൽ എഫ് കൂടാൻ പാടില്ല. എത്രയില്? 100 MPa. 100 MPa എന്ന് പറഞ്ഞാൽ 100 Nm². അത് കൂടാൻ പാടില്ല. ഈ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ഈ തന്നിട്ടുണ്ട്, സിഗ്മ തന്നിട്ടുണ്ട്, സ്മോൾ d തന്നിട്ടുണ്ട്. അത് വയറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ മാത്രം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ? ഈ ഒരു ക്യാപിറ്റൽ ഡയമീറ്റർ D ഓഫ് ദ ഡ്രം ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു ഡ്രമ്മിന് ചുറ്റും
ഡയമീറ്റർ ഡി ഉള്ള ഡ്രമ്മിന് ചുറ്റും ഈ വയർ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ചുറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വയറിന്റെ ഒരു ക്രോസ് സെക്ഷൻ മാത്രം, ഒരു സിംഗിൾ ലെയർ വയറിന്റെ ഒരു ക്രോസ് സെക്ഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ വയർ ബെൻഡ് ചെയ്യപ്പെട്ടു എന്നല്ല അതിന്റെ അർത്ഥം. ഈ വയർ ഇങ്ങനെ ബെൻഡ് ചെയ്യപ്പെട്ടു. ആ ബെൻഡ് ചെയ്ത ക്രോസ് സെക്ഷണൽ അല്ല അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ? D/2 ആയിരിക്കും. അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു വയറിനെ ബീം പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ ബെൻഡ് ചെയ്യിക്കുന്നത് ഈ ഒരു കർവേച്ചറിലാണ്, ദാറ്റ് ഈസ് D/2ലാണ്. അപ്പൊ നമുക്ക് ഇവിടെ R എന്ന് പറയുന്നത് D/2 ആണ്. ഇനി നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ അറിയാലോ. F/Y = E/R നമുക്കറിയാം. ഇവിടെ F maxima is given 100 തന്നിട്ടുണ്ട്. Y maxima എന്ന് പറയുന്നത് ഈ വയറിന്റെ Y maxima ആണ്. എത്രയാണ് വയറിന്റെ Y maxima? അതിന്റെ ഡയമീറ്റർ തന്നിരിക്കുന്നത് എത്രയാ? 5 mm ആണ്. അങ്ങനെയാണെങ്കിൽ Y maxima will be 5/2. E തന്നിട്ടുണ്ട്. R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. R = D/2. സോ R നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി F/F × Y. R = D/2. Therefore D ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ D will be equal to 10 meter എന്ന് കിട്ടും. So that is the solution for this problem. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് തേർഡ് മോഡ്യൂളിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നത്. സോ തേർഡ് മോഡ്യൂൾ നിങ്ങൾ ഇത്രയും തറവായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ഫോർത്ത് മോഡ്യൂളിൽ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ തന്നിരിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് ലെങ്ത് 4 meter ഈസ് ക്യാരിങ് എ പോയിന്റ് ലോഡ് ഓഫ് 40 kN അറ്റ് ദ സെന്റർ. ഫിഗർ തന്നിട്ടുണ്ട്. ഇത് ശരിക്കും നിങ്ങൾക്ക് ഫിഗറിൽ ക്വസ്റ്റനിൽ തരില്ല. യു ഹാവ് ടു ഡ്രോ ദ ഫിഗർ. എ സിംപിൾ സപ്പോർട്ടഡ് ബീം ഓഫ് ലെങ്ത് 4 meter carries a point load of 40 kN at the center. Find the cross section of the beam assuming a depth to be twice the width. D = 2 times B എന്ന ഇക്വേഷൻ ആണ്. The maximum bending stress in the beam not to exceed 200. F maxima is 200. F maxima is 200. Weight is given 40 kN. That is into Newton ആക്കി. Length is 4 meter. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സിംപിൾ സപ്പോർട്ട് ബീമിന്റെ ഈ ഒരു ഡയമെൻഷൻ വരച്ചു വെക്കണം. നമ്മളുടെ ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് M/I = F/Y = E/R എന്നാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ബീമിന്റെ ബ്രെഡ്ത്തും ഡെപ്തും കണ്ടുപിടിക്കാനാണ്. അത് കൂടാണ്ട് അവർ വേറെ കണ്ടീഷൻ തന്നു. B = D/2 എന്ന് തന്നിട്ടുണ്ട്. നമുക്കിതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി കാണണമെങ്കിൽ ഇതിന്റെ അകത്ത് ഏതൊക്കെ ടേംസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? I ബന്ധപ്പെട്ടിട്ടുണ്ട്, കാരണം I = BD/12 ആണ്. Y ബന്ധപ്പെട്ടിരിക്കുന്നു, കാരണം Y = D/2 ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷനിലെ അൺനോൺസ് ആയിട്ടുള്ളത് ഈ I അല്ലെങ്കിൽ Y ആണ്. Iയോ Yയോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിയും ഡിയും കാണാം, അല്ലേ? F തന്നിട്ടുണ്ട്, F മാക്സിമ തന്നിട്ടുണ്ട്. ഇനി വേറെ കണ്ടീഷൻ തന്നിരിക്കുന്നത് ഒരു സിംപിൾ സപ്പോർട്ടഡ് ബീം ആണ് വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ദ സെന്റർ എന്ന കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു കണ്ടീഷൻ പ്രകാരം ഇതിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം മൊമെന്റ് അത് കണ്ടുപിടിക്കണം. ഈ മാക്സിമം മൊമെന്റും റെസിസ്റ്റ് ചെയ്യുന്ന തക്കോണമായിരിക്കണം ഇതിന്റെ ഡയമെൻഷൻ നമ്മൾ കൊടുക്കേണ്ടത്, അല്ലേ? അത് ഈ M എന്ന് പറയുന്നത് എവിടെ വരും? ഇവിടെ വരും. അപ്പൊ ഈ M കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു ബീമിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡ്യൂ ടു ദിസ് കണ്ടീഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അവിടെയാണ് തേർഡ് മോഡ്യൂളിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ മാക്സിമം ലോഡ് 40 kN ആണ്. 40 × 10⁻³ ആണ് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് അറ്റ് ദ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാക്സിമം മൊമെന്റ് എന്തായിരിക്കും? നമുക്കിവിടെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണം. ഇനി തേർഡ് മോഡ്യൂളിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യുന്നതല്ല, അത് നിങ്ങൾ അവിടെ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ മാക്സിമം ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് 20 ആണ്. രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും. 20 ഇവിടെ 20 സപ്പോർട്ട് റിയാക്ഷൻ. അങ്ങനെയാണ് ഇവിടുത്തെ മൊമെന്റ് കണ്ടുപിടിക്കണം. 20 × ഡിസ്റ്റൻസ്, അതായിരിക്കും ഇവിടുത്തെ മാക്സിമം മൊമെന്റ്. സോ ദാറ്റ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് 20 kN into distance 2 meter. That is 40 × 10⁻⁶ ന്യൂട്ടൺ മീറ്റർ ആണ്, ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ് ഇവിടുത്തെ
മാക്സിമം മൊമെന്റം. ഓക്കെ, ഇത് കിട്ടി. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. സോ m ഈക്വൽ ടു 40 into 10⁶. m is equal to f maxima into z എന്നറിയാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വാട്ട് ഈസ് z? bd square by 6 ആണ്. ദാറ്റ് മീൻസ് d by 2 into d square by 6, that is dq by 12. അപ്പോൾ ഇതിൻ്റെ അകത്ത് എമ്മിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 40 into 10⁶ is equal to f is equal to given as 200 Newton per mm square maximum into dq by 12. ഇതിൽ നിന്നും d is equal to 133.89 mm എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചതിനനുസരിച്ച് ആൻസർ എഴുതുക. So finally you draw a cross section with b equal to value and d equal to value. So that will give the final answer. Next, try this question. A rectangular beam of 300 mm deep and 150 mm wide. A picture മനസ്സിൽ വരട്ടെ. Simply supported over a span of 8 meter. അപ്പോഴും മനസ്സിലായല്ലോ ഐഡിയ. What UDL should be applied so that the bending stress is not to exceed 120 Newton per mm square? ബെൻഡിങ് സ്ട്രെസ് 120 Newton per mm square കൂടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എത്ര ലോഡ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. പിക്ചർ കിട്ടിയല്ലോ. നമുക്ക് ഇതിനൊന്ന് വരച്ചു നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. ആദ്യം തന്നെ വേണ്ടത് വരച്ചു നോക്കലാണ്. വരച്ചു നോക്കിയാൽ മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, so it is given a rectangular beam of 300 mm deep and 150 mm width, and that is simply supported over a span of 8 meter. What UDL should be applied? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ കണ്ടീഷൻ തന്നിരിക്കുന്നത്? എഫ് മാക്സിമ ഈസ് ഈക്വൽ ടു 120 Newton per mm square. അങ്ങനെയാണെങ്കിൽ എത്ര UDL വരെ അതിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ബെൻഡിങ് സ്ട്രെസ് വന്നതുകൊണ്ട് ഇറ്റ് ഈസ് എ ബെൻഡിങ് ഇക്വേഷൻ വരുന്ന പ്രോബ്ലം ആയിരിക്കണം. സോ റൈറ്റ് ഡൗൺ ദ ബെൻഡിങ് ഇക്വേഷൻ m by I is equal to f by y equal to e by r. ഈ പ്രോബ്ലത്തില് ഇയും ആറിനെ പറ്റിയും ഒരക്ഷരം പറയാത്തത് കൊണ്ട് നമുക്ക് ഈ ടേം നമ്മൾ പിക്ചറിൽ വരുന്നില്ല, അത് നമ്മൾ ഒഴിവാക്കി. ആകെ ഉള്ളത് m by I equal to f by y എന്ന കണ്ടീഷൻ മാത്രമാണ്. ഇത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാം. എഫ് തന്നിട്ടുണ്ട്, എഫ് മാക്സിമം ഈസ് ഈക്വൽ ടു 120. വൈ എഫ് മാക്സിമം ആകുമ്പോൾ വൈ വിൽ ബി വൈ മാക്സിമ. വൈ മാക്സിമ ഒക്കെ എവിടുന്ന് കിട്ടും? ഫിഗറിന്ന് കിട്ടും. വൈ മാക്സിമ ഇതൊരു റെക്ടാംഗിൾ ആണ്, അപ്പൊ ന്യൂട്രൽ ആക്സിസ് എക്സ് ആയിട്ട് സെന്ററിൽ കൂടി ആയിരിക്കും. സോ വൈ മാക്സിമ വിൽ ബി 300/2, ദാറ്റ് ഈസ് 150. വൈ മാക്സിമ കിട്ടി. ഐ കിട്ടുമോ? പിക്ചർ നമുക്ക് ജോമെട്രി ഈ ഒരു ഷേപ്പ് അറിയാം. അപ്പോൾ ഐ വിൽ ബി BDQ/12 ആണ്. അതും കിട്ടി. അതും പ്രശ്നമില്ല. അപ്പൊ എം മാത്രമേ കിട്ടാനുള്ളൂ. ഈ ഇക്വേഷനകത്ത് എം അറിയാത്തത്. ആ എം എങ്ങനെ കിട്ടും? ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ എം കിട്ടും. പക്ഷെ എം കിട്ടിയാൽ നമുക്ക് ഡബ്ല്യു എങ്ങനെ കിട്ടും? ഡബ്ല്യു എന്ന് പറയുന്നത് എന്താ? UDL ആണ്. ഈ എം എന്ന് പറയുന്നത് എന്താ? ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം മൊമെന്റ് ആണ്. തേർഡ് മോഡ്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം മൊമെന്റ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചാൽ ഈ വാല്യൂ WL²/8 ആണ്. മാക്സിമം മൊമെന്റ് ആക്ടിങ് അറ്റ് ദ സെന്റർ വിൽ ബി WL²/8. സിംപിൾ സപ്പോർട്ടഡ് ബീമിൽ ഇങ്ങനെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ മാക്സിമം മൊമെന്റ് ആക്ട് ചെയ്യുന്ന സെന്ററിലാണ്. ആൻഡ് ദാറ്റ് മാക്സിമം മൊമെന്റ് ഇസ് WL²/8. ഇത് ഉറക്കത്ത് ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തറവായിരിക്കണം അല്ലേ? അപ്പൊ ഇവിടെ WL²/8 ആണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് വാല്യൂ അറിയാമെങ്കിൽ WL²/8 ഇക്വേറ്റ് ചെയ്താൽ എല്ലിന്റെ വാല്യൂ 8 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സ്മോൾ w അത്രയും
kN/m എന്ന് കിട്ടുമല്ലോ വാല്യൂ. കിട്ടൂലേ? ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്നില്ല. ഇപ്പോൾ സ്റ്റെപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് W is equal to 33.75 kN/m കിട്ടും. ഇതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ നിങ്ങൾ അത് നോക്കുന്നതിന് മുന്നേ സ്വന്തം ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് റിപ്പീറ്റഡ് ചോദിച്ചതാണ്. റെക്ടാങ്കുലർ ബീം ഇസ് ടു ബി കട്ട് ഔട്ട് ഫ്രം എ സർക്കുലർ ലോഗ് ഓഫ് വുഡ് ഓഫ് ഡയമീറ്റർ D. Find the breadth and depth of the strongest beam in terms of D. ഒരു മരത്തടി തന്നിരിക്കുന്ന വട്ടത്തിലല്ലേ, അതിൻ്റെ അകത്ത് ഒരു റെക്ടാങ്കുലർ ബീം നിങ്ങൾക്ക് കട്ട് ചെയ്യണം. ഏത് ഡയമീറ്റർ കട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ ബ്രെഡ്ത്തും ഡെപ്തും കട്ട് ചെയ്താൽ ദാറ്റ് വിൽ ബി ഹാവിങ് ദ മാക്സിമം സ്ട്രെങ്ത് എന്താണ് ചോദിച്ചത്. ആ ഡയമെൻഷൻ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മാക്സിമം സ്ട്രെങ്ത് എന്നാണ്. മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് സെക്ഷൻ മോഡുലസ്. ഞാൻ ആദ്യം തിയറി പാർട്ടിലൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ബീമിന്റെ ഡെപ്ത് എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ റെസിസ്റ്റൻസ് ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സെഡ് എന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഈ ഒരു ബീമിന്റെ സ്ട്രെങ്ത്തിന് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ സെഡ് മാക്സിമം ആണെങ്കിൽ സ്ട്രെങ്ത് മാക്സിമം ആയിരിക്കും. അപ്പോൾ സെഡിന്റെ ഇക്വേഷൻ എന്താ? BD, റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ BD²/6 ആണ് സ്ട്രെങ്ത്തിന്റെ ഈക്വേഷൻ അല്ലേ. ഇത് മാക്സിമം ആയിരിക്കണം. സ്ട്രെങ്ത് മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ സെഡ് മാക്സിമം ആവുക. സെഡ് മാക്സിമം എന്ന് പറഞ്ഞാൽ സെഡിന്റെ ഇക്വേഷൻ മാക്സിമം ആവുക. നമുക്കൊരു ഇക്വേഷൻ മാക്സിമം ആവണമെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കലി ഒരു പ്രൂഫ് ഉണ്ട്. എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഷുഡ് ബി ഈക്വൽ ടു 0. d/dx ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് ക്വാണ്ടിറ്റി മാക്സിമം ആയിരിക്കും അല്ലേ. ഇനി തന്ന ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. നമുക്കൊരു മരത്തടി തന്നിരിക്കുന്ന മാക്സിമം ഡയമീറ്റർ D ആണ്. ഇതിൽ നിന്നും ഒരു റെക്ടാങ്കുലർ കട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു വിച്ച് ഇസ് ഹാവിംഗ് ദ മാക്സിമം സ്ട്രെങ്ത്. അപ്പൊ ഈ മരം മാക്സിമം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കുന്ന റെക്ടാങ്കിളിന്റെ ഡയഗണൽ ഈ D ആയെന്നല്ലേക്കില്ലേ ഏറ്റവും നന്നാവുക. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് മാക്സിമം മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മെറ്റീരിയൽ എല്ലാം നഷ്ടമായിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ബീം നമുക്ക് ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഏതായിരിക്കും അതിന്റെ ബിയും ഡിയും എന്നാണ് ചോദ്യം. സപ്പോസ് ദിസ് ഈസ് B ആൻഡ് ദിസ് ഈസ് ദ ഡെപ്ത് D. നമുക്ക് ഇതിന്റെ അവസാനം D ടേമിലേക്ക് കൊണ്ടുവരണം. സ്മോൾ ഡിനെയും സ്മോൾ ബിയെ നമുക്ക് ഇൻ ടേംസ് ഓഫ് D പറയാൻ പറ്റില്ലേ? എങ്ങനെ പറയാൻ പറ്റും? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് B² + D² = D² നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് D²നെ D² - B² എന്ന് പറയാലോ. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? Z is equal to BD²/6 ആണ്. സോ B/6 into D² പകരം D² - B² എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു D²/6 into B minus B³ എന്ന് എഴുതാം അല്ലേ. ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ Z. ഇവിടെ B വേരിയബിൾ ആണ്. എങ്ങനെ വേരിയബിൾ ആണ്? D കോൺസ്റ്റന്റ് ആണ്. കാരണം മരത്തടിന്റെ D കോൺസ്റ്റന്റ് ആണ്. നമ്മൾ എടുക്കുന്ന കഷ്ണത്തിന്റെ സൈസിനനുസരിച്ച് ബിയും ഡിയും മാറാം അല്ലെ. B കുറച്ച് ചെറുതാക്കി എടുക്കാം, B കൂട്ടിയെടുക്കാം. അപ്പൊ അനുസരിച്ച് ഡിയിൽ വ്യത്യാസം വരും അല്ലെ. എങ്ങനെ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുന്നത്? ഈ D നമ്മൾ ഇങ്ങനെ എടുക്കുന്നെങ്കിൽ, ഇങ്ങനെ ഒരു പീസ കട്ട് ചെയ്തെങ്കിൽ B കുറവായിരിക്കും. അതേ സമയത്ത് കുറച്ചിട്ട് പരത്തി എടുക്കുന്നെങ്കിൽ നമുക്ക് B ഇങ്ങനെ കിട്ടും. സോ ബിയും ഡിയും ഇവിടെ വേരിയബിൾ ആണ്. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം B വേരിയബിൾ ആണ്. അപ്പൊ Z മാക്സിമം ആവണമെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്കൽ പ്രൂഫ് എന്ന് പറയുന്നത് ഈ ഷുഡ് ബി ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് Z വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ വിൽ ബി ഈക്വൽ ടു 0. ഇതാണ് മാത്സിലെ പ്രൂഫ് അല്ലെ. അതെങ്ങനെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും? ദാറ്റ് മീൻസ് ദിസ് Z to be maxima ∂Z by ∂B equal to 0. ഈ ഡോ എന്ന് ഉപയോഗിക്കാൻ കാരണം എന്താ? പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. നമുക്കിവിടെ B മാത്രമേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ dZ/dB, നിങ്ങൾ അങ്ങനെ അതിനെപ്പറ്റി കൺഫ്യൂഷൻ ആക്കണ്ട. dZ/dB ഈക്വൽ ടു എന്ത് വരും? ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ we can find out calculate the value for B in terms of D. So ഇത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ D²/6 - 3
b square is equal to 0. On solving this, we will be getting b is equal to 0.577d and b എത്ര കിട്ടിക്കഴിഞ്ഞാൽ d will be 0.8160. So b യും കിട്ടി d യും കിട്ടി. അപ്പോൾ ഈ ഒരു ഡയമെൻഷൻ നമുക്കിവിടെ കാണിച്ചു കഴിഞ്ഞാൽ that will be the strongest section which can be taken from this wood of diameter d. പ്രോസസ്സ് മനസ്സിലായല്ലോ. സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത് സെഡ് മാക്സിമം ആയിരിക്കണം. സെഡ് മാക്സിമം ആവണമെങ്കിൽ സെഡിന്റെ ഇക്വേഷന് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. അപ്പോൾ അതിലെ വേരിയബിൾ എന്ന് പറയുന്നത് ബിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ബിയും ഡിയും കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്തത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ചോദിച്ചതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എ സ്ക്വയർ ബീം 20x20 is 2 meter long, supported at the ends. The beam fails when a point load of 400 Newton is applied at the center of the beam. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫിഗർ ഒന്നും തരില്ല, ഇത് മാത്രമേ തരുള്ളൂ, നിങ്ങൾ ഫിഗർ വരയ്ക്കണം. What UDL may be applied? A cantilever of the same material, 40 mm wide and 60 mm deep എന്നാ ചോദിച്ചത്. അപ്പൊ സെയിം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ രണ്ട് ബീമിനും കോമൺ ആയിട്ടുള്ള സാധനം എന്തായിരിക്കും? ഇവിടെ നമ്മളുടെ ബെൻഡിങ് ഇക്വേഷനിൽ ബെൻഡിങ് ഇക്വേഷൻ എന്താണ്? m/i equal to f/y equal to e/r. m/i equal to f/y equal to e/r. ഇവിടെ കോമൺ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞത് യങ്സ് മോഡൽ സെയിം ആയിരിക്കും. സോ റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആയിരിക്കണം എന്നില്ല, കാരണം ബെൻഡിങ്ങിന്റെ ലോഡിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈനെ പറ്റി തന്നിട്ടുള്ള, ഈനെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യന്റെ അകത്ത് ലോഡിംഗ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാക്സിമം മൊമെന്റ് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ പ്രോപ്പർട്ടി, ജോമെട്രിക് പ്രോപ്പർട്ടി, സൈസും ഡെപ്തും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഐ കണ്ടുപിടിക്കാം, വൈ അറിയാം, എഫ് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. എഫ് എന്ന് പറയുന്നത്, എഫ് മാക്സിമ എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന്റെ മാക്സിമം സ്ട്രെസ് കപ്പാസിറ്റി ആണ്, അല്ലെങ്കിൽ മാക്സിമം സ്ട്രെങ്ത് ആണ്. സോ ദാറ്റ് ഈസ് ദ കോമൺ പ്രോപ്പർട്ടി ഫോർ ബോത്ത് ദ കേസസ്. അപ്പൊ ഇവിടെ സെയിം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എഫ് വിൽ ബി ദ സെയിം ബോത്ത് ദ കേസസ്. അപ്പൊ ആദ്യത്തെ കേസിൽ നിന്ന് എഫ് കണ്ടുപിടിക്കാം, എഫ് മാക്സിമം കണ്ടുപിടിക്കാം. സെക്കൻഡ് കേസിലേക്ക് എഫ് മാക്സിമം ഇത് അതേപോലെ എടുക്കുക. ഈ e/r പിക്ചറിൽ വരുന്നില്ല, മറ്റു രണ്ട് ഇക്വേഷൻ മാത്രമേ വരുന്നുള്ളൂ. അതിലേക്ക് പോകുമ്പോൾ വീണ്ടും ഐ കണ്ടുപിടിക്കണം. ഐക്ക് ഡയമെൻഷൻ തന്നിട്ടുണ്ട്. വൈ നമുക്ക് കണ്ടുപിടിക്കണം. എം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ പോലെ എം കാൽക്കുലേറ്റ് ചെയ്താൽ മാക്സിമം മൊമെന്റ് ഇക്വേഷന്റെ അകത്തുനിന്ന് UDL വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ആദ്യത്തെ പാർട്ടിൽ എം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് സെന്റർ ആണ്. ഇതിൻ്റെ അകത്ത് മാക്സിമം മൊമെന്റ് എം കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാം, ഇക്വേഷനൊക്കെ അറിയാം. ഇത് 400 ന്യൂട്ടൺ ആണ്. മാക്സിമം മൊമെന്റ് അറ്റ് ദിസ് പോയിന്റ് കണ്ടുപിടിക്കാം. ആൻഡ് ദാറ്റ് വിൽ ബി, ഇതൊരു പോയിന്റ് ലോഡ് ആയതുകൊണ്ട് ദാറ്റ് വിൽ ബി WL/4 which is acting at the center, and that is equal to 200 Newton meter. ഇനി നമുക്ക് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ അറിയാം. ഇറ്റ് ഈസ് ഗിവൺ ആസ് 20/20. അപ്പൊ ഐ കണ്ടുപിടിക്കാം. y മാക്സിമം is equal to 20/2 ആണ്, അതും അറിയാം. അപ്പൊ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ that is m/i equal to f/y എന്ന ഇക്വേഷന്റെ അകത്തുനിന്ന് എഫ് മാക്സിമം is equal to 150 Newton/mm² കിട്ടി. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് ദ സെയിം മെറ്റീരിയൽ എന്ന കോൺസെപ്റ്റിലേക്കാണ്. ഇതേ മെറ്റീരിയൽ ആണ് അടുത്ത കേസിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷെ അടുത്ത കേസ് എന്താ? സിംപിൾ സപ്പോർട്ട് ബീമിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാന്റിലിവർ ബീമാണ്. അതിലെ മാക്സിമം W/m ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എഫ് മാക്സിമം സെയിം തന്നെയാണ്. അവിടെ നമുക്ക് ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. m/i equal to f maxima by y maxima. എഫ് മാക്സിമ എന്ന് പറയുന്നത് ഇതാണ്. y മാക്സിമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ തന്നിരിക്കുന്നത് ഡയമെൻഷൻ ഈസ് ഗിവൺ ആസ് 40 mm by 60 mm. അവിടെ തന്നിരിക്കുന്നത് 40 mm by 60 mm ആണ്. 40/60. അപ്പൊ y maxima will be
60/2 ദാറ്റ് ഈസ് 30. ഇനി വേറെ എന്താണ് വേണ്ടത്? ലെങ്ത് തന്നിട്ടുണ്ട് 4 മീറ്റർ. എന്താട്ടെ ഇനി നമുക്ക് ഇക്വേഷൻ്റെ അകത്ത് ഐ കണ്ടുപിടിക്കണം. ഐ നമുക്ക് കണ്ടുപിടിക്കാലോ, ക്രോസ് സെക്ഷൻ തന്നതുകൊണ്ട്. വൈ മാക്സിമം കിട്ടി. എം കണ്ടുപിടിക്കണം. വാട്ട് ഈസ് എം ദർ? മാക്സിമം മൊമെന്റ് അറ്റ് സപ്പോർട്ട് കാന്റിലിവർ ബീമില്. മെക്കാനിക്സ്, എഞ്ചിനീയർ മെക്കാനിക്സ് അല്ലേ? എഞ്ചിനീയർ മെക്കാനിക്സിലെ ഇവിടെ മാക്സിമം മൊമെന്റ് എം, ഇത്രയും ലോഡ് യു ഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ദിസ് റെസിസ്റ്റിംഗ് മൊമെന്റ് എം വിൽ ബി ഇത്രയും ലോഡ്. എത്ര ലോഡാണത്? W ഇൻറ്റു എൽ. ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഇൻറ്റു L/2. ദാറ്റ് ഈസ് WL²/2 എന്ന് വാല്യൂ ആയിരിക്കും. വാട്ട് ഈസ് ദ WL²? ദാറ്റ് ഈസ് ദ മാക്സിമം മൊമെന്റ് ആക്ടിങ് അറ്റ് ദ സപ്പോർട്ട് അല്ലേ? WL²/2 അല്ലേ? ഇതൊക്കെ ഓർമ്മല്ലേ? മെക്കാനിക്സിൽ പഠിച്ചത് WL²/2. ഈ ഇക്വേഷനാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അതിനകത്ത് നിന്ന് L അറിയാം, W മാത്രം കിട്ടും. ആൻഡ് ദ ആൻസർ ഒബ്റ്റൻഡ് ഈസ് 800 Newton per meter. അപ്പൊ നമ്മൾ തുടങ്ങിയത് ഈ ബീമിന്റെ സ്ട്രക്ചറിൽ നിന്നാണ്. ഇവിടുന്ന് തുടങ്ങി അവിടെ എത്തി W കണ്ടു. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾക്ക് തറവായിട്ട് അറിയേണ്ടത് എങ്ങനെ, എല്ലാവരും തെറ്റിക്കുന്ന കേസ് ഇതാണ്, ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേഷൻ അറിയില്ല. അതറിയണമെങ്കിൽ MOSലെ മോഡ്യൂൾ 3 അറിയണം. മോഡ്യൂൾ 3 അറിയണമെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താണെന്ന് അറിയണം അല്ലേ? പണ്ടൊരു ഡയലോഗില്ലേ മമ്മൂട്ടിന്റെ കിങ്ങിൽ പറയുന്ന പോലെ, ഇപ്പൊ മെക്കാനിക്സ് എന്താണെന്ന് അറിയണമെങ്കിൽ MOS എന്താണെന്ന് അറിയണമെങ്കിൽ മെക്കാനിക്സ് എന്താണെന്ന് അറിയണം. അപ്പൊ അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് പഠിച്ചിട്ട് ഈ എം കണ്ടുപിടിക്കുക. വേറെ വഴിയില്ല നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ. മെക്കാനിക്സിലെ മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത് പഠിച്ചാൽ മാത്രമേ MOSലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാം.